ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു, എല്ലാം റെഡിയാക്കി വെച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല, എല്ലാം എടുത്ത് പുറത്ത് വെച്ചേക്കുവാട്ടോ. അപ്പോൾ നമ്മളിനി ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം ഇന്ന് 13-ാം തീയതിയാണ് നമുക്ക് ഡ്യൂ ഡേറ്റ്. നമുക്ക് തന്നെ സ്കാനിങ്ങിൽ നമുക്കൊരു ഡേറ്റ് തരുമല്ലോ, അത് 21-ാം തീയതിയാണ് ഡേറ്റ്. ഒരാഴ്ച മുന്നേ, ഇപ്പോൾ 13-ാം തീയതി പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. PV ഒക്കെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ വിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് പോകണം. ഇനി ഒരാഴ്ചയും കൂടെയല്ലേ ഉള്ളൂ, ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ PV ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് വേഗം ഡെലിവറി ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് ഡോക്ടറോട് അതും പറയണം. നമുക്ക് പെട്ടെന്നൊന്ന് പെയിൻ വന്നാലും വരാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കൂടെ പറയണം. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടാട്ടോ പോകുന്നത്. അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ പിന്നെ വന്ന് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് കാറിൽ വെക്കാം. അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ സാധനങ്ങൾ എടുക്കാനായിട്ട് വരണ്ടല്ലോ, നമുക്ക് സമാധാനമായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും വണ്ടിയിലെടുത്ത് വെക്കാൻ തന്നെ എല്ലാ സാധനങ്ങളും കൊണ്ട് പോവുകയാണ് കേട്ടോ. നമുക്കിപ്പം 39-ാമത്തെ ആഴ്ച തുടങ്ങിയിട്ടുണ്ട്. കഫക്കെട്ടും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുവിധം കുറവുണ്ട്. എന്നാലും ഒന്നും മൊത്തത്തിലങ്ങ് മാറിയിട്ടുമില്ല കേട്ടോ. ചുമയും അതൊക്കെ കുറവുണ്ട്, നന്നായിട്ട് കുറവുണ്ട്. തണുപ്പിൻ്റെ ആയിരിക്കാം. പിന്നെ തണുപ്പ് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു ചെറിയൊരു മാറ്റമുണ്ട്. പോകുമ്പം ഡോക്ടറോട് അതും പറയണം. പിന്നെ അമ്മേനെയും കൂടെ കൂട്ടിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ അമ്മയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതും പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ വീഡിയോ എടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. നമുക്ക് ഇവിടത്തെക്കാട്ടിലും നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിനെക്കാട്ടിലും എന്തായാലും അവിടെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ണിയേട്ടനും കൂടെ കയറാനായിട്ട് പറ്റുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുതന്നെ ഒരു വലിയൊരു കാര്യമാണ്. സാധാരണ നമുക്ക് ഹസ്ബൻഡ്സിന് അങ്ങനെയൊന്നും നമുക്ക് പൊതുവേ ഒരു ഹോസ്പിറ്റലിലും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും നമുക്ക് കൂടെ കയറാനായിട്ട് പറ്റുമൊന്നുമില്ലല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് മദർ കെയറിൽ ആയതുകൊണ്ട് നമുക്ക് ഉണ്ണിയേട്ടനും കൂടെ കയറാനായിട്ട് പറ്റും. പിന്നെ അവിടെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. കുഞ്ഞിനെ ഇപ്പോൾ സിന്ധു ചേച്ചിയുടെ അടുത്തോട്ട് കൊണ്ടുപോയേക്കുവാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ അത് കാണാമെന്ന് വെച്ചാൽ ആളോട് പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ ഓക്കെ കുഴപ്പമൊന്നുമില്ല, അമ്മ പോയിട്ട് കുഞ്ഞാവേനെ എടുത്തു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആളത് ഓക്കെയാണ്. നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് ഇരുത്തിയെന്ന് പറഞ്ഞു കൊടുത്താൽ ആൾ ഓക്കെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും കുഞ്ഞിനോട് നേരത്തെ തന്നെ മുൻകൂട്ടി ഒന്ന് 2 പ്രാവശ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞ് അതിനായിട്ട് വാശി പിടിക്കാൻ നിൽക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും അതിൻ്റെ കൂടെ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനായിരിക്കും വഴക്കുണ്ടാക്കുക. അപ്പം ആളോട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കുഞ്ഞാവനെ എടുത്ത് കഴിയുമ്പോൾ കുഞ്ഞാവനെ എടുക്കാൻ പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാതെ കഴിഞ്ഞിട്ടാണെങ്കിലും കുഞ്ഞാവനെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ചാൽ മതി, അപ്പോൾ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇറങ്ങുമ്പോൾ എല്ലാം കൂടി എടുത്തിറങ്ങുന്ന കാണുമ്പോൾ ആൾക്കൊരു സങ്കടം വരണം. നമുക്കും പിന്നെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല കുഞ്ഞിനെ വിട്ടിട്ട് പോകുമ്പോൾ. അപ്പോൾ സിന്ധു ചേച്ചി അങ്ങോട്ട് വിട്ടേക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും. അപ്പോൾ നമ്മൾ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. വലിയ ബാഗ് എടുത്ത് കാറിൽ ആദ്യമേ വെച്ചു കേട്ടോ. ഇനി കുറച്ച് ചെറിയ ബാഗ് സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് ഈ ബക്കറ്റൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, വേണമെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മൾ എടുക്കുന്നുണ്ട്. ചെറിയ ബാഗ്, വെള്ളം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുഞ്ഞുണ്ണിയേട്ടനെ എടുത്ത് വെച്ചോളൂ, ഞാൻ കയറാൻ പോവാം. ബക്കറ്റും പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ബെഡ്, ഒരു ക്യാരി ബെഡില്ല, അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും ദൂരം ആകുമ്പോഴേ കുഞ്ഞിനെ അല്ലെ കൈ വെച്ച് വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ശരീരവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്നൊരു പേടി. അപ്പം അതുകൊണ്ട് ആ ഇതൊന്നും എടുത്തിട്ടുണ്ടേ. പിന്നെ നമ്മുടെ പാത്രം, സാധനങ്ങൾ. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. സാധാരണ ഇവിടെ എത്താൻ 2 മണിക്കൂറൊക്കെ മതി. റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് കുറച്ച് അധികം സമയം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ എത്തും, ഈ ചാടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് റോഡാകെ പൊളിഞ്ഞ് കിടക്കുക കേട്ടോ. മടുക്കുകയും ചെയ്യും ഇവിടെ എത്തുമ്പോഴത്തേക്ക്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ കയറി കഴിയുമ്പോൾ അവിടെ തന്നെയാണ് ആനീസ് മേഡത്തിൻ്റെ OP. അപ്പം നമ്മൾ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ടോക്കനും കൂടെ വാങ്ങി മേഡത്തെ കാണിച്ചു, നമ്മൾ അഡ്മിറ്റ് ചെയ്തു കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ പറയാവേ. ഇപ്പോൾ സമയം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ചായ കുടിച്ചിട്ടാണ് വന്നത്. ചുരം ഇറങ്ങിയപ്പോൾ തന്നെ ഒന്ന് ചായ കുടിച്ചിട്ടാട്ടോ പിന്നെ പോകുന്നത്. ഇപ്പോൾ കുട്ടായിച്ചേട്ടൻ ഇങ്ങോട്ട് ക്യാൻറ്റീനിലോട്ട് വരാമെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ അഡ്മിറ്റ് ചെയ്ത കാര്യം നമ്മൾ ക്യാൻറ്റീനിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ അച്ഛനോടും പിന്നെ നമുക്ക് കുമാരിയമ്മയോടും ഒക്കെ വിളിച്ചു പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു. അപ്പം നമുക്ക് വേറെ പിന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ചോറ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ടാണ് പറഞ്ഞത്. ഒരുപാട് ഹെവി ആയിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറാട്ടോ, ചോറും മീനൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനിയൊന്ന് ഫ്രഷായിട്ട് നമുക്ക് ലേബർ റൂമിലോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ കുട്ടായിച്ചേട്ടൻ വന്നിട്ട് നമുക്ക് പിന്നെ റൂം കാണിച്ചു തന്നു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ റൂമേ. ഉണ്ണിയേട്ടൻ ഇപ്പോൾ എല്ലാ സാധനങ്ങളും പോയി എടുത്തിട്ട് വരണം. നമ്മളൊന്നും കൊണ്ടുവരാതെ നേരെ കേട്ടോ വന്നേ. റൂം റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ട് വരാമല്ലോ. റൂമിന് എന്തെങ്കിലും താമസം ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കേണ്ടതെന്ന് വെച്ചിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റൂമൊക്കെ കുട്ടായിച്ചേട്ടൻ കാണിച്ചു തന്നു.
അപ്പോൾ അഡ്മിറ്റ് ചെയ്തു കേട്ടോ. അഡ്മിറ്റ് ചെയ്ത് 4:30, ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. 5 മണിയാകുമ്പോൾ നമ്മുടെ അടുത്ത് താഴോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രീ ആയി. പിന്നെ PV ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച അത്ര വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യത്തെ എനിക്ക് തോന്നുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഒട്ടും വേദനയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. PV ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു വേദന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. യൂട്രസ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഓപ്പൺ ആയപ്പോൾ ഡോക്ടർ നമ്മളോട് ചോദിച്ചു വീട്ടിലോട്ട് പോകണോ അതോ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ദൂരം ഉള്ളതുകൊണ്ട് അട്ടപ്പാടിക്ക്. അപ്പോൾ പിന്നെ ഞാനും ഉണ്ണേട്ടനും പറഞ്ഞു ഇവിടെ തന്നെ നിൽക്കുക. അപ്പം എന്താണെന്ന് വെച്ചാൽ പോയിട്ട് വേദനയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ തിരിച്ച് വരൽ ഇച്ചിരി പാടായിരിക്കും. PV ഒക്കെ ചെയ്തുകൊണ്ട് ഇവ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഓക്കെ പറഞ്ഞു. പിന്നെ 5 മണിയാകുമ്പോൾ പോയിട്ട് എന്താ ട്യൂബ് ഇടാമെന്ന് പറഞ്ഞാൽ യൂട്രസ് ഓപ്പൺ ആവാനായിട്ട്. അപ്പോൾ അതിന് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. എങ്ങനെയാണെന്ന് അറിയില്ല, അതിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. ഇപ്പം എന്നിട്ടിപ്പം സമയം 4:30 ആയപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ ചെറുതായിട്ടൊരു വേദന പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു വേദന, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതിന് മാറുമെന്നും അറിയത്തില്ല കേട്ടോ. PV ചെയ്തതിൻ്റെ വല്ലതാണോ എന്ന് അറിയില്ല. PV ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ PVയുടെ വേദന അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. അത് വലിയ കാര്യമായിട്ടുള്ള വേദനയും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേശ്ശെ കൂടി വരുന്നുണ്ട്. കുട്ടാച്ചേട്ടൻ കൊണ്ട് നമുക്ക് റൂമൊക്കെ കാണിച്ചു തന്നു കേട്ടോ. കുട്ടാച്ചേട്ടൻ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്യൂട്ട് റൂം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം നോർമൽ റൂമായിരുന്നു പറഞ്ഞിരുന്നത്. കുട്ടാച്ചേട്ടനായിട്ട് നമുക്ക് റൂം റെഡിയാക്കി തന്നതാണ്. നല്ല സൗകര്യമുണ്ട്. ഇത്ര സൗകര്യമുള്ള റൂമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. അപ്പോൾ അമ്മയും ഉണ്ണേട്ടനും ഞാൻ അപ്പോൾ 3 പേർക്ക് 3 ബെഡൊക്കെ ഉണ്ട്. എക്സ്ട്രാ ബെഡൊക്കെ തന്നു കേട്ടോ നമുക്ക് ഉണ്ണേട്ടന് വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയ്ക്ക് അവിടെ ഒരു ബെഡ്. പിന്നെ ഒന്ന് കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് ഇനി താഴോട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ താഴെ പോയിട്ട് ഇനി ഇവിടെ ആ ട്യൂബൊക്കെ ഇട്ടിട്ട് പിന്നെ എപ്പോഴാണ് റൂമിലോട്ട് വരികയെന്ന് അറിയില്ല. എന്തായാലും അപ്പോൾ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. എല്ലാം ഇനി താഴെ നിന്ന് എടുത്തിട്ട് വരണം. അപ്പോൾ ഈ കുളിച്ച് റെഡിയായിട്ട് താഴോട്ട് പോകണം. ഉണ്ണിയേട്ടനും അമ്മയും കൂടെ പോയിട്ട് താഴെ പോയി നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ മുകളോട്ട് കൊണ്ടുവന്നോട്ട് അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. പിന്നെ ഞാൻ എൻ്റെ സാധനങ്ങൾ വെച്ചേക്കുന്ന അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുത്തോട്ടോ. അമ്മ അത് കണ്ടിട്ടില്ല. അപ്പം എല്ലാം വേറെ വേറെ വെച്ചേക്കുന്ന അമ്മയ്ക്ക് ഇനി കൺഫ്യൂഷനൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് എല്ലാം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ പെട്ടെന്ന് ഓടി വരുമ്പോൾ എല്ലാം തപ്പേണ്ടി വരുമല്ലോ. അപ്പോൾ ഓരോ സാധനങ്ങൾ വെച്ചേക്കുന്നൊക്കെ ഒന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തോട്ടോ. എന്നിട്ട് സിസ്റ്റർമാരപ്പോഴത്തേക്ക് BP നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. BPയും കൂടെ ഒന്ന് നോക്കി പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയേ. കുളി കഴിഞ്ഞ് വന്നോട്ടെ. വേഗം പോയി കുളിച്ചു. 5 മണിയാകുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് റൂമൊക്കെ കിട്ടി വന്നപ്പോൾ ഇത്തിരി ഒന്ന് ലേറ്റായി വന്നു. അപ്പോൾ വേഗം പോയിട്ടൊന്ന് കുളിച്ചു കേട്ടോ. കഫക്കെട്ടൊക്കെ ആയതുകൊണ്ട് കുറേ ദിവസമായിട്ട് തലകഴുകലൊക്കെ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ എന്തായാലും കഴുകി. പിന്നെ ഓർണമെൻറ്റ്സൊക്കെ ഊരി വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഊരി വെച്ചിട്ട് വേഗം പോട്ടെ. സമയം പോയി. ടെൻഷൻ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. പോയി നോക്കാം. മാല ഊരട്ടെ. പ്രശ്നമൊന്നുമില്ല. PV ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും പ്രതീക്ഷ കൊണ്ടാണോന്നറിയില്ല, എനിക്കൊരു വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. PV വേദനയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണ് കേട്ടോ. മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ടുണ്ട്. നനഞ്ഞിരിക്കുവാണേ. അല്ലാതെ കെട്ടണമായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഉണങ്ങുന്നത്ര ഉണങ്ങട്ടെ. നഴ്സുമാരിപ്പോൾ വരും. വീൽ ചെയറൊക്കെ ആയിട്ട് വരും. അപ്പം താഴോട്ട് പോവുകയാണേ. താഴെ ലേബർ വാർഡിൽ പോയിട്ട് വന്നു കേട്ടോ. നമ്മൾ താഴെ പോയിട്ട് ട്യൂബ് ഇടാമെന്ന് പറഞ്ഞാൽ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ട്യൂബിൽ PV ചെയ്ത് നോക്കി. ഉള്ളിൽ ഒരു ട്യൂബ് എന്തോ ബലൂൺ അങ്ങനെയാട്ടോ പറഞ്ഞിരുന്നത്. ഉള്ളിലായിട്ടൊരു ബലൂൺ പോലെ സംഭവം എന്തോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ യൂട്രസ് ഓപ്പൺ ആകുമ്പോൾ അത് തന്നെ ഊരി വരുമ്പോൾ ഇവിടെ നേഴ്സുമാരോട് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇട്ട സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ട്യൂബ് ഇട്ടതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. ട്യൂബ് ബലൂൺ പോലത്തെ സംഭവം തനിയെ പോയി കഴിയുമ്പോൾ പിന്നെ വേദന ഇപ്പോഴത്തെ ബുദ്ധിമുട്ടൊക്കെ മാറുന്ന പറഞ്ഞേ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട്. വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വേദന നന്നായിട്ട് വരുന്ന പോലെ ആയിട്ടോ. അപ്പോൾ വിട്ട് വേദനയുണ്ട്. അപ്പോൾ നമുക്ക് റൂമിലോട്ട് നമ്മളെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ബലൂണ് പോലത്തെ ഉള്ളിൽ നിന്നുള്ള സംഭവം പോയി കഴിയുമ്പോൾ അവിടെ നേഴ്സുമാരോട് പറഞ്ഞാൽ മതി. അതിന് നമുക്ക് പെയിൻ വരാനുള്ള മരുന്ന് വേറെ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൂമിലാക്കി. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് ബലൂൺ ഊരി വരുന്നവരെ ഒന്ന് നോക്കാം. നടക്കുമോ ഇരിക്കും എന്താ വെച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് പെയിൻ വരുമ്പോൾ നല്ല പെയിൻ വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ ട്യൂബ് ഇട്ടിരുന്ന ട്യൂബ് ഊരി പോന്നു കേട്ടോ. കുറച്ച് ഇടയ്ക്കൊന്നും നല്ല പെയിൻ വന്നായിരുന്നു. പിന്നെ ആ പെയിൻ അങ്ങനെ പോയി. പിന്നെ വന്നിട്ടില്ല കേട്ടോ. ഒറ്റ പ്രാവശ്യം പെയിൻ വന്നുള്ളേ. പിന്നെ ബലൂണ് പോലെ കുറച്ച് ഉള്ളിൽ വെള്ളമൊക്കെ ആയിട്ടുള്ള ഒരു ട്യൂബാണ്. അപ്പോൾ അത് ഊരിപ്പോന്നു. അപ്പോൾ ഇനി താഴോട്ട് പോകണം. താഴെ പോയി കഴിയുമ്പോൾ പെയിൻ വരാനായിട്ടുള്ള മരുന്ന് തരാമെന്നായിട്ടോ പറഞ്ഞേ.
ഇനി അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പെയിൻ വരുമായിരിക്കും. പിന്നെ നേരെ ഇനി താഴോട്ട് പോവാം. നമ്മൾ വീണ്ടും ലേബർ റൂമിൽ പോയി മരുന്ന് കഴിക്കാനായിട്ട് തന്നു കേട്ടോ. പെയിൻ വരാനുള്ള ഒരു ഫസ്റ്റ് ഡോസ് തന്നത്. 3 ഡോസ് 2 ഡോസ് അങ്ങാണ്ടായിട്ടാണ് തരിക. ഫസ്റ്റത്തെ ഡോസ് നമുക്ക് തന്നു. വേദനയും കാര്യങ്ങളൊന്നും ഇല്ല, അടുത്തൊരു വേദനയൊന്നും വന്നില്ല. അപ്പോൾ പറഞ്ഞത് നമ്മുടെ അടുത്ത് വേണ്ട പോയി കിടന്ന് ഉറങ്ങിക്കോ, വേദന വരുവാണെങ്കിൽ ഇവിടെ നഴ്സുമാരുണ്ട്, അപ്പോൾ അവരോട് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ഇനി സെക്കൻഡ് ഡോസ് അപ്പോൾ നോക്കിയിട്ട് തരാമെന്നാണ് പറഞ്ഞേ. പെയിൻ വന്നിട്ടില്ലെങ്കിൽ കിടന്നുറങ്ങിക്കോ, രാവിലെ ആകുമ്പോൾ ഡോക്ടറെ അടുത്ത് കാണിക്കാമെന്ന് കേട്ടോ പറഞ്ഞത്. ഇതുവരെ പെയിനൊന്നും വന്നിട്ടില്ല കേട്ടോ. മരുന്ന് കഴിച്ചിട്ട് കുറച്ച് നേരമായി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിടക്കാനായിട്ട് പോയ സമയം 10:30 ആയി കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ട്യൂബ് ഇട്ടിട്ട് അധികം നേരമൊന്നും ട്യൂബ് ഉള്ളിൽ നിന്നില്ല കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നന്നായിട്ടൊരു വേദന വന്നു. ആ ട്യൂബ് പുറത്തേക്ക് വരാനുള്ള ഒരു ഇതായിരുന്നു തോന്നുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയപ്പോഴാണ് ആ ട്യൂബ് പോയത്. സമയം ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിച്ചു. സമയം 10:30 ആയി. രാവിലെ ഇനിയിപ്പോൾ ചിലപ്പോൾ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഡോക്ടർ വരുമായിരിക്കും എന്നാണ് താഴെ പറഞ്ഞത്. ഇനിയിപ്പോൾ ആ സമയത്ത് വരുമോന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇനി വേഗം കിടന്നുറങ്ങട്ടെ കേട്ടോ. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി റെഡി ആയിട്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ രാത്രി ഇടയ്ക്ക് വേദന വരുമോയെന്ന് അറിയില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ലക്ഷണം കണ്ടിട്ട് എനിക്കങ്ങനെ വേദന വരുന്ന പോലത്തെ ഒന്നും ഇപ്പോൾ തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ കിടക്കാനായിട്ട് പോവുകയാണേ. പിന്നെ ഇതൊക്കെ വീഡിയോ എടുത്ത് വെക്കുന്നേ നമുക്ക് പിന്നെ ആണെങ്കിലും എപ്പോഴേലൊക്കെ കാണും. നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു മെമ്മറി ആണല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ. തനുവിൻ്റെ ആണെങ്കിലും ആ സമയത്ത് ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് അന്നത്തെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. കുറച്ച് അവിടെ ഇവിടെയിലൊക്കെ കണ്ടാലും നമുക്ക് അന്നത്തെ ഫുള്ള് കാര്യങ്ങൾ ഓർമ്മ വരും. നമുക്കൊരു മെമ്മറിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഒരു കാര്യം പോലും വിടാണ്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി കിടക്കാനായിട്ട് പോവാം. രാവിലെ 5:15 തന്നെ ലേബർ റൂമിൽ നിന്ന് നമുക്ക് വീൽ ചെയർ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ രാവിലെ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ എത്രയും നേരത്തെ വരുന്നത് വിചാരിച്ചില്ല കേട്ടോ. വേഗം പല്ലും തെച്ച് മുടിയും കൂടെ കെട്ടിയിട്ട് താഴോട്ട് പോയി. ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ഒന്ന് PV ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പെയിൻ വരാനുള്ള മരുന്നും തന്നിട്ടുണ്ടായിരുന്നേ. ഇത് ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പെയിൻ വരാനുള്ള മരുന്നും ഫ്ലൂയിഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ പെയിൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വാട്ടർ ബ്രേക്ക് ചെയ്തു. ആ സമയപ്പോൾ പെയിൻ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലേബർ സ്യൂട്ടിലോട്ട് മാറ്റി. പിന്നെ ഉണ്ണിയേട്ടനെ ആ സമയം പെയിൻ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ണിയേട്ടനെ ഉള്ളിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയേട്ടനുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് പെയിൻ വരിക പോവുക അങ്ങനെയാണല്ലോ. ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് സമയം പോകുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ പെയിൻ വരുമ്പോൾ മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പെയിൻ വരികയാണ് കേട്ടോ ചെയ്തത്. ഉണ്ണിയേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഡോക്ടറും അത്യാവശ്യം പെയിനായപ്പോൾ തന്നെ പിന്നെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നല്ല കണ്ണൊക്കെ അടച്ചിങ്ങനെ ഇരിക്കുന്നത്, നല്ല ക്ഷീണമുണ്ട്. ഈ പെയിൻ വരാനുള്ളൊരു ഫ്ലൂയിഡ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കമായിരിക്കും കേട്ടോ. തനുവിൻ്റെയും അങ്ങനെ തന്നെയായിരുന്നു. കണ്ണ് തുറക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഒരു നന്നായിട്ടൊന്ന് ഉറങ്ങിയാലേ ആ ഒരു ക്ഷീണമൊക്കെ മാറത്തുള്ളൂ. കുഞ്ഞിനെ ഇതിൻ്റെ മുന്നേ തന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിനെ കാണുകയൊക്കെ ചെയ്തു. ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമുക്ക് കുഞ്ഞിനെ തന്നാണ്. ആൾ നല്ല ഉറക്കമാണ്. അങ്ങനെ വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ കുഞ്ഞിനെ എടുത്ത സമയത്ത് കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ആൾ വലിയ കരച്ചിലൊന്നുമില്ല കേട്ടോ. ഒരു ഉറക്കത്തിൽ തന്നെയാണ്. പിന്നെ ലേബർ റൂമിലോട്ട് പോയി അവിടെ ഒരു ഫ്ലൂയിഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ റൂമിലോട്ട് വന്നാണ് കേട്ടോ. സമയം ഒരുപാട് വൈകി, 10-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ഉറങ്ങാനായിട്ടും പോവാണ്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളെ പറയാവേ. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ ഇന്നലെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു, 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് അത്ര തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് പിന്നെയാണെങ്കിലും നമുക്കൊരു മെമ്മറി അല്ലേ, നമുക്ക് എപ്പോഴേലൊക്കെ വീഡിയോ കാണാനായിട്ട്. അപ്പം ഞാൻ അതുകൊണ്ട് എന്നോട് ഇടയ്ക്ക് എപ്പോഴേലും എടുക്കാൻ പറ്റുന്ന സമയം എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കറിയാമല്ലോ ആ ഒരു സമയം നമുക്ക് ടെൻഷനാകും. നമുക്ക് അങ്ങനെയൊന്നും എടുക്കാനൊന്നും പറ്റില്ല. എന്നാലും ഉണ്ണിയേട്ടൻ അവിടുത്തെ നമുക്ക് നേഴ്സുമാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു ഇച്ചിരിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഡെലിവറി കഴിഞ്ഞു. കുഞ്ഞിതാ അവിടെ കിടക്കുന്നുണ്ടാണ്, നല്ല ഉറക്കം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ആൺകുഞ്ഞാണ് ജനിച്ചത്. ചെറുക്കൻ കുഞ്ഞാവത്താനും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ചെറുക്കൻ. ആദ്യം മുതൽ ഇങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറയില്ല, അല്ല പെണ്ണു കുഞ്ഞാവയാണെങ്കിലും അല്ല ചെറുക്കൻ കുഞ്ഞാവെന്ന് പറഞ്ഞ ചെറുക്കൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതെന്താന്നല്ല, പിന്നെ നമുക്കും ഈ തനുവിൻ്റെ നേരെ തനു ആയിരുന്ന ടൈമിൽ കൺസീവ് ആയ ടൈമിൽ
അതെ, ആ ടൈമിൽ നേരെ ഓപ്പോസിറ്റ് സിംറ്റംസ് ആയിരുന്നു അമ്മൂസിന് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് തോന്നി ആദ്യത്തേന് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ആണ് എന്നൊരു നമുക്കൊരു മൈൻഡ് ഉണ്ടായിരുന്നു. നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല ആദ്യത്തെ പെൺകുട്ടി വേണമെന്ന് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. രക്ഷയില്ല. പക്ഷെ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമ്മയായാലും ഇവിടുത്തെ അമ്മയായാലും എല്ലാവരും ഉടനൊക്കെ ആണെങ്കിലും എനിക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ പെൺകുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുക്കാൻ വലുതാണ് വീഡിയോ പിടിച്ചിരിക്കും. അതുകൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു പെൺകുട്ടി വേണമെന്നേ. പെൺകുട്ടി രണ്ടാമത് നമുക്ക് ഒരു പെൺകുട്ടി ആകുമ്പോൾ പിന്നെ ഒരു ആൺകുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണല്ലോ. അപ്പോൾ ആൺകുട്ടി നമ്മുടെ ആഗ്രഹം പോലെ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കുഞ്ഞ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വന്നു. നല്ല അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല, ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പെയിൻ വരാനായിട്ട് ആദ്യം 2 പ്രാവശ്യം മരുന്ന് തന്നു. എന്നിട്ട് പെയിൻ വന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലൂയിഡായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് വലിയ കാര്യമായിട്ട് പെയിൻ വന്നില്ല. പിന്നെ വെള്ളം പൊട്ടിച്ചു വിട്ട് കഴിഞ്ഞപ്പോഴാണ് പെയിൻ വന്നത്. ഫ്ലൂയിഡും കൂടി ഇട്ടിട്ട് ആ സമയത്താണ് കേട്ടോ നമുക്ക് പെയിൻ വന്നു തുടങ്ങിയത്. പെയിൻ വന്ന് ഒരു 1.5 ആയപ്പോഴത്തേക്ക് ഫ്ലൂയിഡ് പൊട്ടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. മേഡം ഉണ്ടായിരുന്നു കൂടെ. നമുക്ക് പിന്നെ കുട്ടാശേട്ടനെ ഉള്ളതുകൊണ്ട് ഒരു ഭയങ്കര ഒരു സഹായമായിരുന്നു കേട്ടോ. ഒരുപാട് നമുക്ക് റൂമായാലും പുണ്യേട്ടന് കൂടെ കെയറായിരുന്നു. അത് വലിയൊരു എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. ഭയങ്കര സപ്പോർട്ടുമായിരുന്നു. ആദ്യത്തെ ഡെലിവറി ടൈമിൽ അമ്മയ്ക്ക് കൂടെ കയറായിരുന്നു. പക്ഷേ ഡെലിവറി ആവുന്ന സമയത്ത് വേറെയുള്ള സമയത്ത് കൂടെ നിൽക്കുക, ഡെലിവറിയുടെ ടൈം ആകുമ്പോഴത്തേക്ക് പുറത്ത് പോകണം. എന്താണെന്ന് പുണ്യേട്ടൻ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര കുഞ്ഞിനെ എടുക്കുന്നത് ഞാൻ ഡയറക്റ്റ് കണ്ടു. അതെ കയ്യിലോട്ടൊക്കെ വാങ്ങിക്കുന്നത്, അതായത് കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ഫസ്റ്റ് മൊമെന്റിൽ എനിക്ക് കാണാൻ പറ്റും. ആ സെക്കൻഡിൽ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ എന്താ പറയുക, ഇപ്പം ഞാൻ ജസ്റ്റ് വേറെ കാര്യം പറഞ്ഞ ഈ ഡെലിവറി പെയിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഉണ്ണേ. ഡെലിവറി പെയിൻ പണ്ട് കോട്ടത്തറ വെച്ചിട്ടാണെങ്കിൽ അന്ന് ആ ഡെലിവറി എൻ്റെ അടുത്ത് പറഞ്ഞു പെയിൻ കൂടാനുള്ള മരുന്ന് കൊടുക്കാമെന്ന് പറയില്ലേ. അപ്പോൾ ഈ പെയിൻ കൂടാനുള്ള മരുന്ന് കൊടുക്കാമെന്ന് പറയുമ്പം ഈ പെയിൻ കൂടാനുള്ള മരുന്ന്. അപ്പോൾ എൻ്റെ ഒരു തോട്ട് നമ്മുടെ പെയിൻ കുറയാനാണല്ലോ സാധാരണ മരുന്ന് കൊടുക്കുന്നത്. നമ്മൾ പെയിൻ കില്ലേഴ്സ് അല്ല ടാബ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മരുന്ന് കൊടുക്കുക. ഇതിന് പെയിൻ കൂടാൻ ശരിക്കും അത് അന്ന് മനസ്സിലായി. അമ്മ പറഞ്ഞു തന്നു എനിക്ക് ഇന്ന പോലെയാണ് പെയിൻ വന്നാലാണ് നമ്മുടെ യൂട്രസിൻ്റെ കൺട്രാക്ഷൻസ് സംഭവിക്കുകയുള്ളൂ. കൺട്രാക്ഷൻ സംഭവിച്ചാലേ കുഞ്ഞ് പുറത്തേക്ക് വരുള്ളൂ, എന്നാലേ നോർമൽ ഡെലിവറി നടക്കുള്ളൂ, യൂട്രസ് ഓപ്പണായി നോർമൽ ഡെലിവറി നടക്കുള്ളൂ എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അമ്മസ് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് അന്നത് മനസ്സിലായത്. എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ സംഭവം പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെതൊക്കെ ബയോളജി പഠിക്കുന്ന സമയത്ത് അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് നോക്കിയാൽ മതി എന്ന് പറയുന്ന സിസ്റ്റം ആയിരുന്നില്ല അന്ന്. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അത് അമ്മസ് പക്കായിട്ട് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ പെയിൻ കൂടാനുള്ള മരുന്നുകൾ കൊടുത്തു. ആ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനും ഉണ്ടായിരുന്നു. ഫ്ലൂയിഡ് സുഖപ്രസവം എന്ന് പറഞ്ഞ സുഖപ്രസവം ഓർമ്മിപ്പിക്കല്ലേ പൊന്നോ. അത് സുഖപ്രസവം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തന്നെ ജനിച്ചപ്പോൾ തന്നെ ഞാൻ സ്റ്റാറ്റസ് ഇടുന്നില്ല. എനിക്ക് ഓർമ്മയില്ല. അത് വലിയ സുഖമൊന്നുമില്ലായിരുന്നു. അമ്മൂസ് പറഞ്ഞു ഒടുക്കത്തെ വേദനയായിരുന്നു പറഞ്ഞത്. അല്ലാണ്ട് അതിൽ സുഖപ്രസവം എന്ന് പറയുന്നൊന്നല്ല. പിന്നെ എന്താ പറയുക, രണ്ടാമത്തെ ഡെലിവറി ആകുമ്പോൾ എല്ലാവരും പറഞ്ഞു കുറച്ചുകൂടി എളുപ്പമായിരിക്കും, ആദ്യത്തെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. പക്ഷേ എനിക്ക് രണ്ടാമത്തെ നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 സെൻറ്റിമീറ്റർ വരെ യൂട്രസ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ യൂട്രസ് ഓപ്പൺ ആവണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഡോക്ടറും നഴ്സുമാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇനി എൻ്റെ കയ്യിലാണ് എല്ലാം മാക്സിമം എത്ര ഞാൻ പുഷ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇനി നടക്കുള്ളൂ. അതിൽ കൂടി യൂട്രസ് ഓപ്പൺ ആവണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതായത് ആനിസ് മാഡം 15 മിനിറ്റ് കൂടുമ്പോൾ വന്ന് നോക്കി. ഡെലിവറി ടൈമിൽ ഫുൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഫുൾ ടൈം, അതായത് ആ ലാസ്റ്റ് മൊമെന്റിൽ ഫുള്ള് കൂടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡം അവസാനം എൻ്റെ ഒരു മാഡം എന്താ പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും ടൈമും ആയി കാര്യങ്ങളായപ്പോൾ മാഡം പറഞ്ഞു നമുക്ക് എന്തായാലും സി സെക്ഷനിലോട്ട് പോകേണ്ടി വരും. കാരണം ആളത്ര സ്ട്രഗിൾ ചെയ്തിട്ടും വരുന്ന പോലെ തോന്നുന്നില്ല. പിന്നെ ഇപ്പം നമ്മൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ സി സെക്ഷനിലേക്ക് പോയാലോ. സത്യം പറഞ്ഞിട്ടല്ലോ ആ ഒരു പെയിൻ്റെ ഇടയ്ക്കും അമ്മൂസ് എന്താ വിളിച്ച് പറഞ്ഞതെന്നറിയോ, വേണ്ട എനിക്ക് ഞാൻ ഒന്നുകൂടെ നോക്കാം. അതായത് അപ്പോഴും നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ അവിടെ ഞാൻ തളർന്നു പോയി. എനിക്ക് പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത്രയും വേദന സഹിച്ചിട്ട് പിന്നെ സി സെക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നെ കൊണ്ട് എന്താ പറയുക, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ എടുക്കണം, എൻ്റെ കുഞ്ഞിനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതാക്കണം എന്നുള്ള കുഞ്ഞെന്നുള്ള ഒറ്റ കാര്യം മനസ്സിൽ വെച്ചിട്ട് മാക്സിമം വാക്യൂം ഇട്ട് എടുക്കാം. പക്ഷെ വാക്യൂം ഇട്ട് എടുക്കണമെങ്കിലും കുഞ്ഞ് കുറച്ചെങ്കിലും പുറത്തോട്ട് വരണം. കുഞ്ഞിനെ വാക്യൂം ഇടാനുള്ള അത്രയെങ്കിലും കുഞ്ഞ് പുറത്തോട്ട് വരണം. അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 5-6 സെൻറ്റിമീറ്റർ നഴ്സ് അവിടെ ചേച്ചിയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. സപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞു ഇത്രയും നമ്മള് വരട്ടെ അത് പുഷ് ചെയ്യുമ്പോഴും അവരിങ്ങനെ സപ്പോർട്ട് ചെയ്തൊക്കെ തരുന്നുണ്ട്. പക്ഷെ അവർ തൂത്തും തടവിയും
ഈ സ്യൂട്ട് റൂമായിരുന്നു പറഞ്ഞപ്പോൾ ഉണ്ണിയേട്ടനും കൂടെ കയറാം, പക്ഷേ നേഴ്സുമാർ ഡോക്ടർ എങ്ങനെ കൂടെ ഉണ്ടാവുമോ, സെപ്പറേറ്റ് റൂമല്ലേ, ലേബർ റൂമല്ലല്ലോ, സ്യൂട്ട് റൂം നമ്മൾ സെപ്പറേറ്റ്, അപ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവർ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. അതെ, ആ ഒരു സമയം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സത്യം പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ഉണ്ടാകുന്ന തോന്നുന്നു വേണ്ട ഇന്നലെ. ഇനി നമുക്ക് ആ നോർമൽ ഡെലിവറി പോസിബിൾ ആയത് കേട്ടോ. കാരണം എല്ലാം കൊണ്ടും ഒരു ഇതായതുകൊണ്ട് നോർമലാക്കാൻ പറ്റുമായിരുന്നു തോന്നില്ല. പിന്നെ എന്തോ ആ കുഞ്ഞിനെ അങ്ങ് പുറത്തേക്ക് എടുത്ത വഴിയുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ അമ്മ എന്ന് പറയുന്നത് നമുക്കൊരു വേർഡുണ്ടല്ലോ, ആ ഒരു വേർഡിൻ്റെ ഒരു മീനിങ്, അത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. ആ അമ്മ ആ പെയിൻ, അതായത് ഈ 1000 അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങുന്ന ഒരു വേദനയാണ് പ്രസവവേദന എന്നൊക്കെ പറഞ്ഞും ഇങ്ങനെ എഴുത്തുകാരങ്ങനെ പറയുന്നത്, അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ. ആ പെയിൻ നമ്മൾ അനുഭവിക്കാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. പക്ഷേ അവരാ കിടന്ന് കാണുമ്പോൾ അമ്മൂസല്ലേ അങ്ങനെ കാണിക്കുന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു എക്സ്ട്രീം ലെവലിലൊരു പെയിനാണ് അത്. നമ്മൾ അനുഭവിച്ചിട്ടില്ല, അതിൻ്റെ ആ ലെവൽ ഓഫ് ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ പോലും ഞാൻ പറയുക, ആ ഒരു പെയിൻ്റെ ഇടയ്ക്കും അമ്മൂസ ആ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തത് ആ വേദനയുടെ ലെവലിൽ അമ്മൂസ ആ പീക്ക് പോയിന്റിൽ എത്തിക്കുന്ന ആ സമയത്ത് അമ്മൂസ് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് എവിടെ, എൻ്റെ കുഞ്ഞിനെ കാണണം. അതായത് എങ്ങനെ അതൊരു അമ്മയ്ക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ, അല്ല അച്ഛൻ സ്ഥാനമുണ്ടെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ പറ്റാത്ത സമയത്തും പുഷ് ചെയ്ത് എങ്ങനെയും നമ്മുടെ കുഞ്ഞിനെ എടുക്കണം. കുഞ്ഞു മൈൻഡിൽ അതിങ്ങനെ എന്നെക്കൊണ്ട് പറ്റുമോ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് പുറത്തെടുക്കാൻ പറ്റുമോ, എന്നെക്കൊണ്ട് പറ്റുമോ, അത് തന്നെ ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞാണ് സത്യം പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സകലമാണ് കൊടുത്തോട്ടു. അപ്പോൾ അമ്മൂസും കരഞ്ഞു, ഞാനും കരഞ്ഞു. അപ്പോൾ മാം ചോദിച്ചു ആനന്ദക്കണ്ണീരാണെന്ന് ചോദിച്ചാൽ, അത് വെച്ചാൽ നമുക്ക് ആ ഒരു നമ്മുടെ ഫിസിക്കലായിട്ടുള്ള പെയിൻ്റെ കാളും വലുത് വേറെന്തിനെന്തോ കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം, അല്ലെ വേറെന്തിനോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വേറെന്തിനോ തേടുന്നത്, അത് ഒരു അമ്മ എന്ന് പറയുന്നൊരു ആ ഒരു സങ്കല്പത്തിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അത് ആർക്കും പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇത്രയും നാൾ നമ്മുടെ കുഞ്ഞിന് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞിന് അങ്ങനെ നമ്മൾ ആ ഒരു ഫുള്ള് നമ്മുടെ മൈൻഡ് അങ്ങനെയല്ലേ, കുഞ്ഞിനായിട്ടാണല്ലോ നമ്മൾ. പക്ഷേ എനിക്ക് തനുവിനെ നമുക്ക് മാഡം ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്രസ് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മാഡം നോക്കിയപ്പോൾ അനീസ് മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കട്ടിയുണ്ട്, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പ്രസവം ഇത്തിരി വൈകും, ബുദ്ധിമുട്ട് ആ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തേനും ബുദ്ധിമുട്ടായപ്പോൾ തനു തിരിഞ്ഞു വരാതെ ആയിരുന്നു ആദ്യത്തേൻ്റെ ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ യൂട്രസ് ഓപ്പൺ ആവാതെ ആയിരുന്നു. അപ്പോൾ ആദ്യത്തിന് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ആ 2 ദിവസം വേദന സഹിച്ചപ്പോൾ അവിടുത്തെ മാഡം പറഞ്ഞു, ഇനി ഞാൻ തന്നെ പുഷ് ചെയ്ത് പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ നമുക്ക് വാക്യൂം എന്തായാലും യൂസ് ചെയ്യാതെ വാക്യൂം ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനും വാക്യൂം ഇട്ടിട്ടാട്ടോ എടുത്തത്, കാരണം അത്രയും ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് പുഷ് ചെയ്ത് തന്നെ പുറത്തെടുക്കാൻ പറ്റാത്ത ആ ഒരു ഇതിലോട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ നമുക്ക് വാക്യൂം എന്തായാലും യൂസ് ചെയ്യാതെ വാക്യൂം ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനും വാക്യൂം ഇട്ടിട്ടാട്ടോ എടുത്തത്, കാരണം അത്രയും ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് പുഷ് ചെയ്ത് തന്നെ പുറത്തെടുക്കാൻ പറ്റാത്ത ആ ഒരു ഇതിലോട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ ഞാനിവിടെ പറഞ്ഞേ അതിന് മുന്നേ എന്തോ പറഞ്ഞു വന്നതാ. അപ്പോൾ തനുവിനാണേലും എടുത്തിങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ കുഞ്ഞ് വന്നു, ഓക്കെ, അതിൻ്റെ സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. കുഞ്ഞ് പുറത്ത് വന്നു, പെൺകുട്ടി, നമ്മൾ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ അതിലും ഭയങ്കര സന്തോഷം. പിന്നെ കുഞ്ഞിന് അപ്പം തന്നെ ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. NIC കൊണ്ടുപോയി കുഞ്ഞിനെ. അപ്പോൾ നമ്മൾ കോവിഡ് ടൈം ആയതുകൊണ്ട് ഗ്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് കണ്ടു. ഉണ്ണിയാണ്ട് ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെ എടുക്കുന്നത്, ശരിക്കും അടുത്തുനിന്ന് കാണുന്ന പോലും. പക്ഷേ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വരാൻ ബുദ്ധിമുട്ടായപ്പോഴും എൻ്റെ മൈൻഡ് ഫുള്ള് കുഞ്ഞിനെ എങ്ങനെയും എന്നെക്കൊണ്ട് ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എങ്ങനെയില്ല എൻ്റെ കുഞ്ഞിനെ പുറത്തെടുക്കണം, എന്നെക്കൊണ്ട് പറ്റുന്നത്, ഇനിയിപ്പോൾ നമ്മുടെ ജീവൻ പോയാലും കുഴപ്പമില്ല, എനിക്ക് കുഞ്ഞിനെ എടുക്കണം ഒരു മൈൻഡിലായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയി എനിക്ക് ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അത്രയും എനിക്കത് പറ്റണേ ഉണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്കെന്ന് വെച്ചാൽ ശരിക്കും കാണണോ അല്ലേ എൻ്റെ കുഞ്ഞ് അവിടെ, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ പുറത്ത് എടുത്തപ്പോഴത്തേക്കും കേട്ടോ. അങ്ങനെ C-സെക്ഷൻ എന്ന് മാഡം പറഞ്ഞപ്പോഴും ഞാൻ അപ്പോഴും വേണ്ട, നമ്മളെക്കൊണ്ട് പറ്റും, ആ ഒരു
അല്ല മാഡം ലാസ്റ്റ് പറഞ്ഞു ആളുടെ അമ്മസിൻ്റെ വിൽ പവർ കൊണ്ട് മാത്രമാണ് നോർമൽ ആയത് കേട്ടോ എന്ന് അപ്പം തന്നെ പറഞ്ഞു മാഡം. ആ സ്പോട്ടിൽ വെച്ച് തന്നെ പറഞ്ഞു. എന്താ വെച്ചാൽ ആളാ ധൈര്യം ഉള്ളതുകൊണ്ട്. കാരണം നോർമലി പെയിൻ വരുമ്പോൾ ആരായാലും എനിക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു വേർഡാണ് പറയുക എന്ന് പറയാം. മാഡം പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാതെ. ഞാൻ പറഞ്ഞപ്പോൾ പോലും ഓപ്പറേഷൻ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് പറയാം. ആ ഒരു വിൽ പവർ കൊണ്ട് മാത്രമാണ് ഇത്. അവിടെ ചേച്ചിമാരും പറഞ്ഞു എന്തായാലും ആൾ നന്നായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തോട് ഭയങ്കര ഇതായിട്ട് ചെയ്ത് അല്ല എഫേർട്ട് എടുത്തുകൊണ്ട് മാത്രം സ്ട്രെയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ് അല്ല സത്യം. ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ വേറെ കാര്യം പറയട്ടെ. എനിക്ക് എന്നെ പോലുള്ള ആൾക്കാർ പറയാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കണ്ടോ. കാരണം നമ്മൾ ഒരിക്കലെങ്കിലും ഒരു ഡെലിവറി നമ്മുടെ വൈഫ് ഡെലിവറി നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കയറി എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എവിടെയും നമുക്ക് പറ്റത്തില്ല. അത് ആ ഒരു എക്സ്പീരിയൻസ് അത് നമ്മൾ ചെയ്താൽ എന്താ പറയുക അത് എനിക്ക് ബൈ വേർഡ്സ് എനിക്ക് പറഞ്ഞ് പിടിപ്പിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കാനോ അറിയത്തില്ല. അതുപോലത്തെ ഒരു ഇതാണ്. പിന്നെ ഇവരെ സംബന്ധിച്ച് അവർക്ക് പല കാര്യങ്ങളും മൈൻഡിൽ നിന്ന് ചിലപ്പോൾ ആ സമയത്ത് ഓർമ്മ പോകും. അതായത് ആ വേദനയുടെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുമല്ലേ അവർ. പക്ഷേ നമുക്ക് ആ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്സ് നമ്മുടെ മൈൻഡിലേക്ക് നിൽക്കും. അതെന്ന് പറഞ്ഞാൽ അവർ ആ സ്ട്രഗിൾ ചെയ്തതും അവരങ്ങോട്ട് തിരിഞ്ഞതും ഇങ്ങോട്ട് തിരിഞ്ഞതും നമ്മളോട് പറഞ്ഞതും കുഞ്ഞ് പുറത്തേക്ക് വന്ന മൊമെൻറ്റ്. കാരണം കുഞ്ഞ് പുറത്തേക്ക് ജസ്റ്റ് ആ ഡോക്ടർ കയ്യിലോട്ട് എടുക്കുന്ന സമയത്ത് ആൾക്ക് കുഞ്ഞിനെ കാണാൻ പറ്റില്ല അല്ലേ? പറ്റില്ല. കാരണം ആ പെയിൻ്റെ ആ ഇതിൽ കണ്ണൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ അത് നമുക്ക് കാണാം ആ കുഞ്ഞിൻ്റെ ഫസ്റ്റ് സെക്കൻഡ്. അതെ. പക്ഷെ നമുക്ക് മോളിൽ നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞ് ഇപ്പോൾ നമ്മളെ ബ്ലഡ് അത് പുറത്തേക്ക് വരുന്ന ആ ഒരു ഫസ്റ്റ് മൊമെൻറ്റ് കുഞ്ഞിൻ്റെ 9 മാസം ഉള്ളിൽ കിടന്നിട്ട് ആ 9 മാസം കഴിഞ്ഞാൽ പുറത്തേക്ക് ലോകം എന്താണെന്ന് അറിഞ്ഞ് നമ്മുടെ ഈ ലോകത്തേക്ക് വരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് ഫസ്റ്റ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ കുഞ്ഞിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവർ കാണിച്ചു തന്നു എൻ്റെ അടുത്ത് കൊണ്ടുവന്നൊക്കെ ഇതല്ലേ. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഓർമ്മയില്ല. പക്ഷെ എനിക്ക് കറക്റ്റ് ഉണ്ട്. കുഞ്ഞിന് നോക്കാൻ നേരം തന്നു. അപ്പോൾ നമുക്ക് അതൊരു ഞാൻ പറഞ്ഞു ഇനി ഓവറായിട്ട് പറയുന്നില്ല. ഉള്ളതുകൊണ്ട് മാത്രം നമുക്കിവിടെ ചേട്ടനുള്ളതുകൊണ്ട് മാത്രമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. അതുപോലെ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല. ഞങ്ങൾ ചെറിയ നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു മെമ്മറിയാണ്. അതുപോലെ എടുക്കാൻ പറ്റില്ല കേട്ടോ സമയം. അത് പറ്റത്തുമില്ല. ഞാനൊന്നും എടുത്തില്ല. എന്താ വെച്ചാൽ ഞാൻ അവിടെ ചേച്ചിമാരുണ്ട് അവർക്കൊണ്ട് ചെറിയ 1-2 ചെറിയ ക്ലിപ്പും പിന്നെ ആദ്യ ആ സമയത്ത് അമ്മൂസിന് വലിയ കുഴപ്പമില്ലാതിരുന്നൊരു മൊമെന്റിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്തു എന്നല്ലാതെ എന്നെ കൊണ്ട് അത് കഴിഞ്ഞ് പറ്റണില്ല. അത് പറ്റത്തില്ല. വേറൊരു പക്ഷേ ചേച്ചിമാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. അതുപോലെ കൂട്ടായി ചേട്ടനും നമ്മുടെ ചേട്ടനും ഉള്ളതുകൊണ്ട് മാത്രം നമുക്കപ്പോൾ സ്യൂട്ട് റൂമൊക്കെ തന്നത്. സ്യൂട്ട് റൂമും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു റൂമിൽ നമുക്ക് ഡെലിവറി. നമ്മൾ നോർമൽ എവിടെ ഒരു വാർഡിൽ അല്ല ഒരു ലേബർ റൂം അങ്ങനെയല്ലേ നമുക്ക് ഉണ്ണിയേട്ടൻ കൂടെ കയറി. ഉണ്ണിയേട്ടൻ്റെ സപ്പോർട്ടും ഭയങ്കരമായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഉണ്ണിയേട്ടൻ കൂടെ ഉള്ളതുകൊണ്ടേ എല്ലാത്തിനും ഫുൾ ടൈം കൂടെ ഡെലിവറി നടക്കുമ്പോഴും എപ്പോഴും അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ടുള്ള. നമുക്കങ്ങനെ അത്രയും അടുത്തൊരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഭയങ്കര ഒരു സപ്പോർട്ടല്ലേ. അമ്മ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ഡെലിവറി. പക്ഷേ ഡെലിവറി ആവുന്ന സമയത്ത് അമ്മേനെ നിർത്തില്ലായിരുന്നു. അപ്പോൾ അമ്മേനെ പുറത്ത് വിടുമായിരുന്നു. വേദനയുള്ള സമയത്തൊക്കെ നിർത്തുമായിരുന്നു. ഇത് പക്ഷേ ഫുള്ള് കൂടെ ഉണ്ടായിരുന്നു. ചേച്ചിമാരാണെങ്കിൽ നല്ല സപ്പോർട്ട്. ഫുള്ള് എന്നെ തൂക്കലും തടവലും നടുവൊക്കെ തിരുമ്മി തരലും. എന്നിട്ട് പിന്നെ പോട്ടെ മോളെ സാരമില്ല, അത് മോള് ശ്രമിച്ചാലേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ തന്നെ ശ്രമിക്കണം എന്നാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല സപ്പോർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ നമുക്കാണേലും അറിയാം നമ്മൾ ഇപ്പോൾ ഇനി അവർക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ തന്നെ ശ്രമിച്ചാലേ പറ്റൂ, നമ്മളെക്കൊണ്ട് പറ്റും. എൻ്റെ കുഞ്ഞിനെ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം, അത് എന്ത് വന്നാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിനെ പുറത്തെടുക്കണം. അങ്ങനെയൊക്കെ ഒരു മൈൻഡ് നമുക്ക് ആ ഒരു സ്ട്രോങ് ആവാനും. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ സപ്പോർട്ടൊക്കെ ആയപ്പോൾ ഡോക്ടറാണെങ്കിലും ഫുൾ ടൈം ഡെലിവറി ടൈമിൽ ഫുള്ള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടറാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തന്നു. അനീസ് മേഡം ആണെങ്കിൽ ഒരു സമാധാനത്തിൽ നമ്മളോട് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു തരും കേട്ടോ. അത് സമാധാനത്തിൽ പറയുമ്പോൾ നമുക്കത് ഒരുപാട് മേഡം അങ്ങനെ സംസാരിക്കുമൊന്നുമില്ല, എന്നാലും മേഡം സംസാരിക്കുന്നത് 2 വാക്ക് അത് കറക്റ്റ് എന്താണോ വേണ്ടത് പറഞ്ഞ് അത് നമുക്ക് ഇത്ര കുട്ടി ഇത്ര സ്ട്രഗിൾ ചെയ്തതല്ലേ. എൻ്റെ അടുത്ത് അവർ പറഞ്ഞു വക്കായിട്ട് ഓർക്കണേ, അപ്പോൾ നമുക്ക് സി സെക്ഷനിലേക്ക് പോകേണ്ടി വരും, ഓക്കെ ആണോ അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ചോദിച്ചത്. അമ്മസ് അത് കേട്ടപ്പോഴേ പറഞ്ഞു മേഡം ഞാൻ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ മേഡം പറഞ്ഞു ഒരു 15 to 20 മിനിറ്റ് കൂടെ നോക്കാം, അതിലും കൂടുതൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ കോംപ്ലിക്കേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് മേഡം പോയപ്പോൾ
കൊടുത്തപ്പോൾ ആ 15 മിനിറ്റ് കൊണ്ട് ആ ചേച്ചിമാർ മേഡം പുറത്തേക്ക് പോയി. അപ്പോൾ ആ ചേച്ചിമാർ അതുപോലെ പ്രഷർ കൊടുത്തു. അതുപോലെയും മേഡം വന്ന് അമ്മച്ചനോട് പറഞ്ഞു. ചേച്ചിമാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ PV ചെയ്ത് കുഞ്ഞ് പുറത്തോട്ട് വരാതായപ്പോൾ അവരും കുഞ്ഞിന് പുറത്തോട്ട് സപ്പോർട്ട് കൊടുത്തു. നന്നായിട്ട് അവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ആ ചേച്ചിമാർ മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന പോലെ നഴ്സുമാർ ആ ചേച്ചിയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു തളർന്നു പോയാലും എന്നെക്കൊണ്ടത് സാധിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് അവരും തന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേണ്ട ഇനി അധികം ഇത് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർ നഴ്സ് ചേച്ചിമാരാണേലും അവർ വലിയ കാര്യമായിട്ട് സപ്പോർട്ടൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ വിചാരിക്കും എന്നെക്കൊണ്ട് പറ്റില്ല, അത് എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്, അപ്പോൾ ഇനി വേണ്ട C-സെക്ഷനെങ്കിൽ C-സെക്ഷൻ അങ്ങനെ ചെയ്യാമെന്നുള്ള അങ്ങനെ ഒരു മൈൻഡിലോട്ട് പോകും. പക്ഷേ ഇത് വെച്ചാൽ അവർ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ഇന്നലെ C-സെക്ഷൻ ഇല്ലാതെ ഒഴിവായി. ശരിക്കും ഡെലിവറി എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. എല്ലാ ആണുങ്ങളോടും ഞാൻ ജസ്റ്റ് ഒരു റിക്വസ്റ്റാണ്, നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. പറ്റുവാണെങ്കിൽ അത് ഒഴിവാക്കരുത്. കാരണം അത് അല്ല ഞാനേ ആദ്യത്തെ തന്നെ പറയില്ല ഉണ്ണിയാണ്ടിങ്ങനെ കയറാൻ പറ്റുമായിരുന്നെങ്കിലും അത് അമ്മ നേരത്തെ പോലെ പറയായിരുന്നു. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു ആളുടെ. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ വരാനായിട്ട് കുട്ടാച്ചേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ അല്ലേ വേറെ കുട്ടാച്ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി എന്ത് സൗകര്യം ചെയ്തു തരാന്ന് പറഞ്ഞപ്പോൾ അല്ല വേണ്ട കുട്ടാച്ചേട്ടൻ എത്ര ദൂരല്ലേ, വേണ്ട സാരമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടാച്ചേട്ടൻ പറഞ്ഞു സുഭാഷിനും കൂടെ കയറാം. ലേബർ സ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലേബർ സ്യൂട്ട് എന്താണെന്നൊന്നും അറിയത്തില്ല. എവിടെ ലേബർ സ്യൂട്ട് ഉണ്ട്, അത് വേണമെങ്കിൽ ചെയ്തു തരാം, സുഭാഷിനൊക്കെ കൂടെ കയറാമെന്ന് പറഞ്ഞു. അപ്പോഴാട്ടോ ഞാനൊന്ന് എന്നാൽ കുഴപ്പമില്ല. അതെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഡോക്ടർ ഉണ്ടാവും, നേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും, ഒന്നും പേടിക്കേണ്ട, എല്ലാ വിധത്തിലുള്ള ഇതും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. കുട്ടേച്ചനാണെങ്കിലും ഇന്നലെ രാവിലെ ഒക്കെ വന്നാണെങ്കിലും അവർ സംസാരിച്ചു. ഇപ്പോൾ രാവിലെ വന്നിട്ടാണെങ്കിലും എങ്ങനെ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ പറഞ്ഞു. ചേട്ടന് സപ്പോർട്ട് ഭയങ്കര കേട്ടോ, അല്ലെങ്കിൽ നമുക്കൊന്നും ഇല്ല. കുഞ്ഞ് നല്ല ഉറപ്പാട്ടോ. ആള് ഇത്തിരി മടിയാണ്, പാല് കുടിക്കാനൊക്കെ ഇച്ചിരി മടിയാണ്. ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് നനച്ച വെള്ളത്തിലൊന്ന് തുടച്ചിട്ടൊക്കെയാണ് എഴുന്നേൽപ്പിച്ച് പാല് കൊടുക്കുക. ഫുൾ ടൈം ഉറക്കമാണ്. വേറെ പിന്നെ ബുദ്ധിമുട്ട് വേറെ കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അത് തന്നെ വലിയൊരു സമാധാനമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അവസാന സമയമായപ്പോഴേ ഒരുപാട് ആൻറ്റിബയോട്ടിക് കഴിച്ച് ഇനി കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ. അപ്പോൾ അവിടെ നിന്നാണെങ്കിലും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കോണിയും ചിലപ്പോൾ റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ട്, പിന്നെ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ. അതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയില്ലേ, ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് കുറച്ച് സ്റ്റിച്ച് അധികമുണ്ട്. അപ്പോൾ എനിക്ക് ആൻറ്റിബയോട്ടിക് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഇന്നലെ ഡെലിവറി കഴിഞ്ഞു, ഇനി ചിലപ്പോൾ മറ്റന്നാളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ പോകുമായിരിക്കും. പിന്നെ വേറെ ഒന്നുമില്ല. കുഞ്ഞിന് തൂക്കം 2960 3 കിലോ അടുത്ത് തൂക്കമുണ്ട്. 6:36 ആയപ്പോൾ കുഞ്ഞ് ജനിച്ചു. പിന്നെ തനൂനാണെങ്കിൽ 3 കിലോയുടെ മുകളിലുണ്ടായിരുന്നു. 3:50 3 കിലോ 50 ഗ്രാം. 5:15 കുഞ്ഞിന്റെ ടൈം 5:16. കുഞ്ഞിന് മടി വെച്ചേരാ കേട്ടോ. കുഞ്ഞിനെ കാണാനായിട്ട് തനുവും അച്ഛയും അമ്മയും അതുപോലെ തന്നെ പല്ലിയറേന്ന് അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള വേറൊരു ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ചേച്ചിയുടെ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കുഞ്ഞിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. തനുവിനാണെങ്കിൽ കുഞ്ഞിനെ കണ്ടിട്ട് തൊട്ടിട്ടും അങ്ങോട്ട് മതിയാവുന്നില്ല. തനുവിന് ഭയങ്കര സന്തോഷമായി, ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആൾക്ക്. കുറേ നേരം അങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. ഇത്രയും ചെറിയൊരു കുഞ്ഞിനെ തനു ആദ്യമായിട്ടായിരിക്കും കേട്ടോ കാണുന്നത്. യാമീനെ കണ്ടിട്ടുണ്ട്, ഏട്ടൻ്റെ കുട്ടീനെ കണ്ടിട്ടുണ്ട്. അന്ന് തനുവിന് 7 മാസമേ ഉള്ളൂ കേട്ടോ. തനുവിന് 7 മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് തനു ഇത്രയും ചെറിയ കുട്ടീനെ കാണുന്നത് ഇപ്പോഴായിരിക്കും. അപ്പം അന്ന് ആൾക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയൊന്നുമില്ല. പിന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തലയിൽ തൊടണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക്
കുഴപ്പമില്ല. പക്ഷെ ഇനിയിപ്പോൾ വഴക്കാവുമോ അറിയില്ല കേട്ടോ. തന്നോട് പിന്നെ നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ആൾക്ക് മനസ്സിലാവും. പക്ഷെ അതിങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുത്തി ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സമയം കിട്ടണം. ഇത് കുഞ്ഞു കയ്യല്ലേ, കണ്ട തൊട്ട് നോക്ക്, പയ്യെ തൊട്ട് നോക്ക്, കണ്ട കുഞ്ഞു കയ്യല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കിയാൽ കുഞ്ഞാവയ്ക്ക് വേദനിക്കും. അമ്മയുണ്ട് ഇതിലോ, അവിടെ ഡോക്ടർ ഉണ്ടല്ലോ. രാവിലെ വന്നിട്ട് കുഞ്ഞിൻ്റെ ചെവിയൊക്കെ പിടിച്ച് നോക്കിയപ്പോൾ കരഞ്ഞടാ. അങ്ങനെ പിടിച്ചപ്പോൾ ഇങ്ങനെ പിടിച്ചപ്പോൾ കുത്തിയൊക്കെ കരഞ്ഞു, വേദനിച്ചോന്ന് തോന്നുള്ളൂ. കുഞ്ഞങ്ങനെ പിടിക്കരുത് കേട്ടോ. കുഞ്ഞെങ്ങനെ പിടിക്കുക? കുഞ്ഞെങ്ങനെ പിടിക്കുക? ഈ കയ്യിൽ വാ തുറന്നു. അതാ ചേച്ചിയാന്ന് പറയാണ്. കുഞ്ഞാവേ വിളിച്ചു നോക്ക്, സൗണ്ട് അറിയോ നോക്കട്ടെ അമ്മ. അറിയില്ലേ? കിട്ടിയോടാ? ആര് വേണ്ടത് ഇങ്ങനെ ഇരിക്കുന്ന? ഇപ്പോൾ കുഞ്ഞിന് നമ്മൾ BCG എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോർമലായിട്ട് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേൾവിയുടെ ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നേ. പിന്നെ ഇച്ചിരി മഞ്ഞപ്പം ഉള്ളതുകൊണ്ട് നമുക്കൊരു ദിവസം കൂടെ ലേറ്റായിട്ടായിരുന്നു ഡിസ്ചാർജ് ചെയ്യാനായിട്ട്. കുഞ്ഞു പോയിട്ട് പിന്നെയും വന്നതാണ് കേട്ടോ. നമ്മൾ ഡിസ്ചാർജ് ആവുന്നതിൻ്റെ അന്ന് തലേദിവസം ഉണ്ണേട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് കുഞ്ഞിനിങ്ങനെ തൊട്ട് നോക്കാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൗതുകമാണ് കേട്ടോ. ഒരു പാവേനെ കിട്ടിയ പോലത്തെ. അപ്പോൾ നമ്മളെപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട്. ആളൊന്നും കുഞ്ഞല്ലേ, തനുവിനാണേലും അറിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ പോയി പിടിക്കുമെന്ന് വേണ്ടാന്ന് വെച്ചിട്ട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എന്നാലും ആളിങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് നോക്കി, കാലിലൊക്കെ പിടിച്ച് നോക്കി, മുഖത്തൊക്കെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ തലയൊക്കെയാണേലും ഉറയ്ക്കാത്ത ആയതുകൊണ്ടേ അടുത്ത് തന്നെ എപ്പോഴും ഒരാളുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഡിസ്ചാർജ് ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ക്യാനുലയും കാര്യങ്ങളൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വാക്യൂം ഡെലിവറി ആയതുകൊണ്ട് നമുക്ക് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാനുലേക്ക് ഊരി നമ്മുടെ ഡ്രസ്സൊക്കെ മാറി റെഡിയായി. ഇനി നേരെ വീട്ടിൽ പോയാൽ മതി. അപ്പം അങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിൽക്കുവാണേ. ഈ കുഞ്ഞിവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു, ക്യാനുലേക്ക് ഊരി. കുഞ്ഞിനെ കൊണ്ടുപോകാൻ നമുക്ക്. ഈ കുഞ്ഞിനെ കൊണ്ടുപോകാതെ പോവുമോ? അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. 4 ദിവസം കിടക്കേണ്ടതാണ്. 14-ാം തീയതി വന്ന് തിങ്കളാഴ്ച. കുഞ്ഞോ 5 ദിവസമാണോ? ഇന്ന് 5-ാം ദിവസമാണ്. 4-ാമത്തെ ദിവസം അല്ലേ? ദിവസമൊന്നും ഓർമ്മയില്ല. 4 ദിവസം കിടന്നപ്പം പോവുകയാണ് കേട്ടോ. അതെല്ലാം മഞ്ഞപ്പുള്ളതുകൊണ്ട് കുഞ്ഞിന് ഒരു ദിവസം കൂടെ എക്സ്ട്രാ വന്നതേ, അല്ലെങ്കിൽ ഇന്നലെ തന്നെ പോവായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവാം. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇറങ്ങട്ടെ കേട്ടോ. അപ്പം ഇനി താഴെ പോയിട്ടൊന്ന് അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. എല്ലാവരും ഉണ്ടാവും. പിന്നെ സമയമായതുകൊണ്ട് മേഡമൊക്കെ പോയിട്ടുണ്ടാവും. മേഡത്തിനോടൊക്കെ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ കുട്ടാച്ചേട്ടനെ കണ്ട അവിടെ ഒന്ന് കണ്ടിട്ട് അപ്പം അങ്ങനെ പോവുകയാണേ. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ കൊണ്ടുപോകാൻ വീൽ ചെയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നടന്നു പോകാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർമാരായിട്ട് അവർക്കൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് തനു അവരുമായിട്ടൊക്കെ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് 2 ബലൂണൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ലേബർ റൂമിലുള്ള സിസ്റ്റർമാരായിട്ട് അവരൊക്കെയാണ് നമ്മുടെ ഡെലിവറിയുടെ ടൈമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെ. പിന്നെ വേറെ കുറച്ച് സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ ഡ്യൂട്ടി ഷിഫ്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുണ്ടായിരുന്നില്ല അവിടെ. പിന്നെ ഞങ്ങൾ പുറത്ത് വന്ന് കുട്ടാശേനൊക്കെ ചായയൊക്കെ കുടിച്ച് പിന്നെ നേരെ വീട്ടിലെത്തി. ഒരുപാട് രാത്രിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡും ഭയങ്കര മോശമായതുകൊണ്ട് ഒരുപാട് അങ്ങനെ നമുക്ക് പെട്ടെന്ന് വരാനായിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു സമയം എടുത്താട്ടോ വന്നതേ. വീട്ടിൽ വന്നപ്പോൾ അമ്മ ഒന്ന് ഒഴിഞ്ഞു. പിന്നെ തനുവിന് സങ്കടമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഒന്ന് തനുവിനെയും കൂടെ ഒഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമ്മൾ ഇനി ബാക്കിയുള്ള നമ്മുടെ വിശേഷങ്ങൾ വേറെ വീഡിയോസായിട്ട് വഴിയെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.